ഒരു ദിവസം ഈ ഭൂമി ലോകത്ത് നിന്നും വിടവാങ്ങേണ്ട ആളുകളാണ് നമ്മൾ. എപ്പോഴാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകി ഈ ദുനിയാവ് വിട്ട് പോകേണ്ടി വരിക എന്ന് നമ്മാർക്കും അറിയില്ല. നമ്മുടെ പ്രായത്തിലുള്ള ഒട്ടേറെ മക്കൾ നമ്മളെക്കാൾ മുമ്പ് നമ്മുടെ സ്കൂൾ പഠനത്തിന്റെ കാലയളവിൽ ഇടക്കൊക്കെ അവർ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. ആക്സിഡന്റുകളിൽ പെട്ടും മുങ്ങി മരിച്ചും ഹൃദയവേദന അനുഭവിച്ചും ഹോസ്പിറ്റലുകളിൽ വെച്ചും രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് വിളിച്ചപ്പോൾ എണീക്കാതെയുമൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള മരണങ്ങൾ നമ്മളൊക്കെ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സങ്കടപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു ദിവസം പോകേണ്ടി വന്നാൽ അമലുകളായി എന്താണ് നമ്മുടെ കൂടെയുള്ളത് എന്ന ചിന്തയാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, റസൂലേ, അയ്യുന്നാസി ഖൈറുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ? നല്ലവൻ ആരാണ്? പ്രവാചകൻ പ്രതിവദിച്ചത് ഇങ്ങനെയാണ്, മൻ ത്വാല ഉംറുഹു ഫഹസുന അമലുഹു, ആർക്കാണോ ആയുസ് കൂടുതൽ കിട്ടിയത്, ആ കൂടുതൽ കിട്ടിയ ആയുസ്സിൽ മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, ഫഅയ്യുന്നാസി ശർറുൻ യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നീചനായ, നികൃഷ്ടനായ, മോശപ്പെട്ടവൻ ആരാണ് റസൂലേ? പ്രവാചകൻ അപ്പോഴും പറഞ്ഞത് മൻ ത്വാല ഉംറുഹു ഫസ്സാഅ അമലുഹു എന്നുള്ളതായിരുന്നു. ആയുസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, 30, 40, 50, 60 വർഷങ്ങൾ ഈ ഭൂമിയിൽ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ജീവിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. പക്ഷേ സൽക്കർമ്മങ്ങളല്ല, ദുഷ്കർമ്മങ്ങളാണ്, ചീത്ത കർമ്മങ്ങളാണ് കൂടുതലായും അദ്ദേഹത്തിന് കൂട്ടിനായിട്ടുള്ളത്. അതുകൊണ്ട് അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നീചൻ, ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് പ്രവാചകൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്നോർത്ത് നോക്കിയേ, നമ്മുടെ ജനനത്തെ പറ്റി, ആ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഇങ്ങനെ വളർന്നതിനെ പറ്റി നമ്മളൊന്നും ആഗ്രഹിക്കാതെ, ഒന്നും ആവശ്യപ്പെടാതെ നമ്മളിലേക്ക് വന്ന സുഖ സൗകര്യങ്ങളെ പറ്റി, നമ്മൾ ജനിച്ച വീട്, കളിച്ച സ്ഥലങ്ങൾ, വിദ്യാഭ്യസിച്ച സ്ഥാപനങ്ങൾ, കഴിച്ച ഭക്ഷണങ്ങൾ, ധരിച്ച വസ്ത്രങ്ങൾ, യാത്ര പോയ സ്ഥലങ്ങൾ, അതിനുപയോഗിച്ച വാഹനങ്ങൾ, അസുഖം വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച മരുന്നുകൾ, ഇങ്ങനെ സൗകര്യങ്ങളുടെ കൂമ്പാരങ്ങളാൽ ചുറ്റപ്പെട്ട് ജീവിച്ച ഈ ദുനിയാവിൽ ആനന്ദങ്ങളും അഭിലാഷങ്ങളും പൂവണിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തൊന്നും കിട്ടാതെ പട്ടിണി കിടക്കുന്ന വയറുമായി, ഒട്ടിയ വയറുമായി, ശാന്തമായി ഒന്നുറങ്ങാൻ പോലും കഴിയാതെ നമ്മൾ ചോക്ലേറ്റ് ബോംബുകളെ പറ്റി സംസാരിക്കുമ്പോ ഇന്ന് രാത്രി എന്റെ വീട്ടുകളിൽ ബോംബ് വർഷങ്ങൾ വരുമോ എന്ന് പേടിച്ചും സന്ദേഹിച്ചും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗസയിലെ കുരുന്നുകളെ മറക്കാൻ കഴിയുമോ നമുക്ക്? സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് പകുതിയിലധികം ബാക്കി വെച്ച്, മതിയുമ്മ, എനിക്ക് മതി, ഉമ്മ വലിയ പ്രയാസമില്ലാതെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അത് കളയാൻ പോകുമ്പോ ഒരു അണ്ടത്തിന് വേണ്ടി പിടിവലി കൂടി ഒരു ഉരുള ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ പ്രയാസപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ഒന്നുമില്ലാത്ത ചെമ്പുകളിൽ കൈ കടത്തി അത് നക്കിയെടുത്ത് കരയുന്ന ഒട്ടിയ വയറും കരയുന്ന കണ്ണുമായി ഗസയുടെ നീണ്ട ക്യൂകളിൽ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഒന്നുമില്ലാതെ വെറും കൈകളാൽ മടങ്ങേണ്ടി വരുന്ന കുഞ്ഞു ബാല്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ഒരാഘോഷ സുദിനം വരുമ്പോ പെൺകുട്ടികളായിട്ടുള്ള നിങ്ങളൊക്കെ കൈകളിൽ ചുവപ്പ് കാണാറുണ്ട്. അത് മെഹന്തിയുടെ, മൈലാഞ്ചിയുടെ ചുവപ്പാണ്. ഗസയുടെ കുഞ്ഞുമക്കളുടെ കൈകളിലും ചുവപ്പുണ്ട്. ആ ചുവപ്പ് മെഹന്തിയുടെ ചുവപ്പല്ല, രക്തക്കറയുടെ ചുവപ്പാണ്. ഒരു ഫംഗ്ഷന് വരുമ്പോ വസ്ത്രത്തെക്കുറിച്ചും പുതുവസ്ത്രത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയും അതെടുക്കാൻ വേണ്ടി ഓടുകയും പോവുകയും ചെയ്യുമ്പോ
വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ അങ്ങകല ഗസയിലും ആ ഫലസ്തീനിലും മക്കളും ആ ബാലവൃദ്ധൻ ജനങ്ങളും ഓരോ ദിവസവും വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഫംഗ്ഷൻ വെയർ അല്ല, അത് ഫ്യൂണറൽ വെയർ ആണ്. പ്രിയപ്പെട്ടവരെ, ശവസംസ്കാരത്തിന് വേണ്ടി, മയ്യത്ത് കഫൻ പുടവയ്ക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവർ ഇന്നും ഇവിടെ നിന്നും അല്ല, നമ്മുടെ വീടുകളിൽ നിന്നും രുചികരമായ സന്തോഷം നൽകുന്ന മാംസത്തിന്റെ ഗന്ധമാണ് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ ആ ഫലസ്തീനിൽ അവിടെയും മാംസത്തിന്റെ ഗന്ധമില്ലേ? കത്തിക്കരിഞ്ഞ മക്കളുടെ മാംസത്തിന്റെ ഗന്ധം ഇന്നും ആ ഫലസ്തീനിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സുഖാനുഭവങ്ങളുടെ സുഖശീതളിമയുടെ പറുദീസയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പലതും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനില്ലേ? സൽക്കർമ്മങ്ങളായി എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? പെട്ടെന്നങ്ങ് പോകേണ്ടി വന്നാൽ എന്റെ നമസ്കാരത്തെ കുറിച്ച്, എന്റെ സൽക്കർമ്മങ്ങളെ കുറിച്ച്, മാതാപിതാക്കളുമായുള്ള എന്റെ പെരുമാറ്റത്തെ കുറിച്ച്, എന്റെ സംസാരത്തെ കുറിച്ച്, എന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് 100-ൽ 100 മാർക്ക് വാങ്ങി A+ ജീവിതത്തിൽ വാങ്ങി തിരിച്ചു പോകാൻ, ചിരിച്ചുകൊണ്ട് മരിച്ചു പോകാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സംശുദ്ധ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുക. സംഘമായും സാധ്യമായതുമായ എല്ലാ അമലുകളും ചെയ്തു തീർക്കാൻ ലഭ്യമായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. തെറ്റിനോട് മുഴുവൻ തെറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അവിടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒന്നാമതായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസാരത്തെ പറ്റിയാണ്. കഴിഞ്ഞയാഴ്ച ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ക്യാമ്പസിൽ നിന്ന് മൈസൂരിലേക്ക് ടൂർ പോവുകയുണ്ടായി. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു. 9 ബസ് വിദ്യാർത്ഥികൾ. അത്യാവശ്യം വലിയ ക്യാമ്പസാണ്. 9 ബസ് വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായ റൂൾസും റെഗുലേഷനുകളും നിയന്ത്രണങ്ങളൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. പുതിയ കുട്ടികളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ അവർക്ക് അവരുടേതായ ഫ്രീഡം അനുവദിച്ചു. എന്നാൽ അധ്യാപകർ ഇങ്ങനെ സംസാരിച്ചപ്പോ 9 ബസ്സിലും പോയ 26ഓളം അധ്യാപകർ ഞങ്ങൾ സംസാരിച്ചപ്പോ എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഓരോ ബസ്സിലും അവർക്ക് തിരുത്തേണ്ടി വന്നത്, അവർക്ക് പറയേണ്ടി വന്നത് ആ മക്കളുടെ വായിൽ നിന്ന് വരുന്ന തെറി അഭിഷേകത്തെ പറ്റിയായിരുന്നു. വിളിക്കുന്ന തെറികൾ, മുൻ സീറ്റിൽ അധ്യാപകരുണ്ട് എന്ന് പോലും മാനിക്കാതെ, ഗൗനിക്കാതെ വലിയ ഉച്ചത്തിൽ അവർ പരസ്പരം വിളിക്കുന്ന തെറികൾ അസഹനീയമായിരുന്നു എന്ന് അധ്യാപകർ ഏകസ്വരത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം സുഹൃത്തിനെ, ഒരു മനുഷ്യന്റെ കുട്ടിയെ മൃഗത്തിന്റെ പേര് വിളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത കൗമാരമായി മുസ്ലിം കൗമാരം പോലും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മൃഗത്തിന്റെ പേര് മാത്രമല്ല, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയാവുന്ന ഒട്ടേറെ ചീത്ത വാക്കുകൾ യാതൊരു കൂസലുമില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമ്പോ അറപ്പും ലജ്ജയും നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ ഈ ഹൈസക്ക് വെറുതെയാണ്, ഈ സംഗമം വെറുതെയാണ്, ഇതിന് ചെലവഴിച്ച ലക്ഷങ്ങൾ വെറുതെയാണ്, രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി അധ്വാനിച്ച MSMന്റെയും IGMന്റെയും പ്രവർത്തനം വെറുതെയാണ്. ചെറിയ ചില പ്രതിജ്ഞകളെങ്കിലും എടുക്കാതെ ഈ ഹാളിൽ നിന്ന് വിട്ടുപോകാനാണ്, പിരിയാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ഇതിന്റെ സംഘാടകരോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. പ്രിയപ്പെട്ട മക്കളെ, കൈകൾ ഉയർത്തി പ്രതിജ്ഞ ചൊല്ലി ചില പുതിയ തീരുമാനങ്ങളുമായി ക്യാമ്പസുകളിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം എന്നാണ്. ഞാൻ ഒരിക്കലും ഒരാളെയും ഒരു ചീത്ത വാക്ക് വിളിക്കുകയില്ല എന്ന് ബോധമുള്ള ഈ കൗമാരത്തിന് അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷ്യം പറയാൻ, സത്യപ്പെടുത്തി ഇറങ്ങാൻ കഴിയണം. ആക്കാനും ഊക്കാനും രസമാണ്, ഹരമാണ്. സത്യവിശ്വാസം കൈകൊണ്ടതിനു ശേഷം ഒരാളെ പരിഹസിക്കുന്നത് എത്ര തെമ്മാടിത്തമാണ്, കാപട്യമാണ് എന്ന് ഖുർആൻ പറയുമ്പോ എങ്ങനെയാണ് ഒരാളെ പരിഹസിക്കാൻ, അപഹസിക്കാൻ, അവനെ ഇകഴ്ത്താൻ നമുക്ക് കഴിയുക? അതുകൊണ്ട് കളിയാക്കലുകളിൽ നിന്ന് മാറി നിൽക്കണം. MSMകാരും IGMകാരും മാറി നിൽക്കണം എന്നുള്ളതാണ്. അസഭ്യം,
അസത്യം പറയുക അല്ലേ, കള്ളൊന്നും പറയാൻ യാതൊരു മടിയുമില്ല. എന്താ നീ വൈകിയത് എന്ന് ചോദിക്കുമ്പോ ബസ്സുകാരെയും ബസ്സിലെ കണ്ടക്ടറെയും ബസ്സിലെ ഡ്രൈവറെയും ഒക്കെ കുറ്റം പറയാൻ. സത്യത്തിൽ നമ്മൾ ഉറങ്ങിയതാണ്. അന്ന് ചിലപ്പോ ഒരു ചീത്ത കിട്ടാം, ഏറി വന്നാൽ ഒരു അടി കിട്ടാം. അതിനു വേണ്ടി യാതൊരു മടിയുമില്ലാതെ കളവ് പറയുന്നവരായി നമ്മൾ മാറരുത്. എന്ത് തന്നെ വന്നാലും സത്യം മാത്രം പറയാൻ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, അക്രമങ്ങൾക്കെതിരെ, അന്യായങ്ങൾക്കെതിരെ, അസഭ്യങ്ങൾക്കും അശ്ലീലതക്കുമെതിരെ, ആക്രോശങ്ങൾക്കും അട്ടഹാസങ്ങൾക്കുമെതിരെ, അധാർമികതക്കും അനാവശ്യങ്ങൾക്കുമെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, അമിതാവേശത്തിനും അതിരുകവിയലുകൾക്കുമെതിരെ, ആഭാസങ്ങൾക്കും അമിതമോഹങ്ങൾക്കുമെതിരെ സജീവമായ പോരാട്ടമായിരിക്കണം MSMകാരുടെയും IGMകാരുടെയും വിദ്യാർത്ഥി കാലഘട്ടം. അങ്ങനെ ചില പ്രതിജ്ഞകൾ എടുത്തുകൊണ്ടാകണം ഈ ഹൈസെക് സമ്മേളനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പ്രിയമുള്ളവരെ, മരണം അത് സുനിശ്ചിതമാണ്. കാലവും സമയവും തീയതിയും സ്ഥലവും നമുക്കറിയില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ മരിച്ച് അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോ അവിടെ ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ഘട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ പറയുന്നു, യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്നേ ദിവസം അല്ലേ, എല്ലാവർക്കും മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. ഒന്നും മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുകയേ ഇല്ല. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഉ കിതാബിയ. എന്നാൽ വലതു കൈയിൽ തന്റെ രേഖ നൽകപ്പെട്ടവർ, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തി വലത് കൈയിലാണ് രേഖ നൽകുന്നത് എങ്കിൽ നമ്മളിങ്ങനെ ആവേശത്തോടെ പറയുമത്രേ, ഇതാ എന്റെ കർമ്മ പുസ്തകം, ഇതൊന്ന് വായിച്ചു നോക്ക്. ഫുൾ A+ ഉള്ള പേപ്പർ കിട്ടിയ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ നമുക്കൊരു ആവേശമാണല്ലോ. വീട്ടിൽ പോയിട്ട് പറയുമല്ലോ. മാർക്കെങ്ങാനും കുറഞ്ഞാൽ D+ എന്ന മാർജിൻ മാർക്കിൽ നിൽക്കുകയാണെങ്കിലോ മാത്സ് അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ബയോളജി കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കാണിച്ചു കൊടുക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണ്. ഇങ്ങനെ തന്നെയാണ് അല്ലേ, കർമ്മ പുസ്തകം വലത് കൈയിൽ കിട്ടുമ്പോ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കുമെന്താണ്. അവൻ പറയണേ, തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു ഈ വിചാരണയെ ഞാൻ ഒരു ദിവസം നേരിടേണ്ടി വരും എന്നുള്ളത്. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് എനിക്കുറപ്പായിരുന്നു എന്ന്. എന്നിട്ടോ അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു. വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയവർ പിന്നെ സ്വർഗത്തിലാണ്. അവന്റെ വിചാരണ എളുപ്പമാണ്. അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, അവയിലെ പഴങ്ങൾ അല്ലേ അടുത്തേക്ക് വരുമെന്നാണ്. ചോദിക്കുന്നത് എന്തും ലഭിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്വർഗമാണത്. ദുനിയാവിൽ നമുക്കൊക്കെ എന്തൊക്കെ നഷ്ടങ്ങളാണ്. നമ്മൾ ഉദ്ദേശിച്ചതൊന്നും നടക്കണില്ല, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടണില്ല. നമ്മൾ ചില വാഹനങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ മോഹിച്ചു പോകും, പക്ഷെ കിട്ടണില്ല. പലതിനെയും നമ്മൾ ആഗ്രഹിച്ചു പോകും, ഒന്നും നമുക്ക് കിട്ടുന്നേയില്ലല്ലോ. സ്വർഗം അങ്ങനെയല്ല. നമ്മൾ ആഗ്രഹിച്ചത് മുഴുവൻ ലഭിക്കുന്ന വല്ലാത്തൊരു ലോകമാണ്, സുഖാനുഭൂതിയുടെ ലോകമാണ്. കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തോ എന്നവിടെ നിങ്ങോനെ പറയും എന്നാണ്. ഇനിയോ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. ഇടത് കയ്യിലെങ്ങാനും ഗ്രന്ഥം കിട്ടിയാൽ അവൻ എന്താ വിചാരിക്കണ അറിയോ? അവൻ പറയാണ്, ഹാ എന്റെ ഗ്രന്ഥം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം കർമ്മ പുസ്തകം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവൻ ഇങ്ങനെ വിലപിക്കുകയാണ്. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ ഇങ്ങനെ പരിതപിക്കുകയാണ്. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നേനെ എന്നവൻ ആഗ്രഹിക്കുകയാണ്. മരണത്തോട് അവസാനിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പരലോകത്തേക്കെത്തി അവിടെയുള്ള വിചാരണ സമയത്താണ് ഈ ആലോചിക്കുന്നത്, മരണത്തോടെ എല്ലാം തീർന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവ പറയാൻ, മാ അഗ്ന അന്നി മാലിയ, എന്റെ ധനം ദുനിയാവിൽ എനിക്ക് പ്രയോജനപ്പെട്ടില്ല. പൈസ കഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രയോജനം പെട്ടില്ല, ഉപകാരപ്പെട്ടിട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം ഇതാ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഖുദൂഹു ഫഗുല്ലൂ, അപ്പോൾ ഇപ്രകാരം കൽപ്പനയുണ്ടാവുകയാണ് മലക്കുകളോടെ, നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനത്തിലിടൂ, ചങ്ങലകളാൽ ബന്ധിക്കൂ എന്ന് പറയുന്നു. ഹുംബൽ ജഹീമ സ്വല്ലൂ, പിന്നെ അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ, അവനെ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ. ثم في سلسلة ذرعها 70 ذراعا فاسلكوه, പിന്നെ 70 മുഴം നീളമുള്ള ഒരു ചെങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, തീർച്ചയായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാധുക്കളായ പാവപ്പെട്ടവർക്ക് അവൻ ഭക്ഷണം നൽകിയില്ല. ഇങ്ങനെ പറയുകയാണ്. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം, അതിനാൽ ഇന്ന് ഇവിടെ അവന് ഒരു ഉറ്റ ബന്ധുവും ഇല്ല തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചോക്കെ, കർമ്മങ്ങളായി എന്താണോ നമ്മുടെ കൂട്ടിനുള്ളത് അവർക്ക് മാത്രം രക്ഷയുള്ള ലോകമാണ് പരലോകം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ഇവിടെ നമ്മൾ എന്തിലൊക്കെ പരാജയപ്പെട്ടാലും, നമ്മുടെ സ്വർഗം, നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷമായിട്ടുള്ള സ്വർഗം, അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് പ്രിയമുള്ളവരെ, വളരെ സിമ്പിളാണ്. നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപെടലുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഇതുണ്ടായാൽ മതി. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു, ഞാൻ അതൊന്നും പറയുന്നില്ല. നമസ്കാരത്തെ പറ്റി, അത് ഏത് സമയത്ത് എപ്പോ എങ്ങനെ നിർവഹിക്കണം എന്നിപ്പോ നമുക്കറിയാം. നമ്മുടെ വസ്ത്രധാരണം, പ്രിയപ്പെട്ടവരെ, ആൺകുട്ടികളോട് നമ്മുടെ വസ്ത്രം, നമ്മുടെ പാൻസ് നെരിയാണിക്ക് താഴെ വരാതെ ശ്രദ്ധ നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നമ്മുടെ വസ്ത്രധാരണം, വിശിഷ്യ നമ്മുടെ ഷാളുകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ എത്തുമ്പോ അല്ലേ, എവിടെ നിന്നാണ് ഏറ്റവും അധികം കുട്ടികളുടെ ഷാളുകൾ കാണുന്നു? അരത്തലകൾ മറച്ചുകൊണ്ട്, അരഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട്. അത് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തെളിവായിട്ടുള്ള ഒരു അര ഹദീസിന്റെ കഷ്ണമോ അര ആയത്തിന്റെ കഷ്ണമോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. നമ്മുടെ ഉമ്മയോ ഉപ്പയോ എത്രയോ പറഞ്ഞു, ചിലപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ അത് അംഗീകരിക്കുന്നില്ല, അനുസരിക്കണില്ല? ഇപ്പോഴും പരലോകം എന്നൊരു പേടി നമുക്കില്ല, മരിക്കേണ്ടി വരുമെന്നൊരു വിചാരം ഇനിയും എത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ആ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഭാഗം കാണിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകരുത്. നമ്മുടെ സംസാരം കൊണ്ട്, തെറി വിളിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാകരുത്. നന്മ ചെയ്യാൻ നമ്മുടെ പ്ലാറ്റ്ഫോമാണ് MSM എന്നുള്ളത്. നിങ്ങൾ നോക്കിയേ, ഒരുപാട് ദിവസങ്ങൾ സജീവമായി ചർച്ച ചെയ്തും ആലോചിച്ചുമാണ് ഇവിടെയുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ, 50ഓളം വിദ്യാർത്ഥികൾ, അവരിങ്ങനെ ഈ ഒരു പരിപാടിയെക്കുറിച്ച് ഒരുക്കുകയും ആലോചിക്കുകയും ഇതിനുവേണ്ടി സാമ്പത്തിക സമാഹരണം നടത്തുകയൊക്കെ ചെയ്ത് വളരെ പ്രയാസത്തിലായിരുന്നു. നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കൊരു ലാഭമില്ലല്ലോ, ഉറക്കം നഷ്ടപ്പെടുത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നിന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ട്, എനിക്കറിയൂല അല്ലേ, ഇതിന്റെ ചെലവുകളൊക്കെ കഴിഞ്ഞ് പ്രയാസങ്ങളില്ലാതെ അവർക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയുമോ എന്നറിയൂല. ലക്ഷങ്ങൾ ചെലവഴിച്ച ഒരു സംഗമമാണിത്. അവർ ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിന്റെ നന്മ മാത്രമാണ്. നമ്മുടെയൊക്കെ സംസാരവും പെരുമാറ്റവും, നമ്മുടെയൊക്കെ വസ്ത്രധാരണവും, വാപ്പയെയും ഉമ്മയെയും ഒക്കെ സ്നേഹിക്കുന്ന, ഈ സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു നല്ല മകനും മകളുമായി നമ്മൾ ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ ആർക്കും ഒരു പോറലും ഏൽപ്പിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, ഒരു ലഹരിയുടെ വാർത്തകളിലും പിടിക്കപ്പെടാതെ, ഒരു കഞ്ചാവിനും MDMA-ക്കും അടിമപ്പെടാതെ, അവന്റെ വായിൽ നിന്നൊരു വൃത്തികെട്ട വർത്തമാനം വരൂല എന്ന് ആളുകൾക്ക് മതിപ്പുണ്ടാകുന്ന രൂപത്തിൽ ഒരു തരത്തിലും അധാർമികതക്ക് കൂട്ടുനിൽക്കാത്ത യൗവനവും കൗമാരവും പടുത്തുയർത്താനും ക്യാമ്പസുകളിൽ MSM-കാരനായും IGM-കാരിയായും അടയാളപ്പെടുത്താനും നമുക്ക് സാധിക്കണം.
അതിന് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.